ഹായ്, കഴിഞ്ഞ ദിവസം ഞാൻ വീടൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ പൊടി തട്ടിയെടുത്ത റെക്കോർഡാണ്ടത്. ഇത് ഞാൻ PG പഠിക്കുമ്പോൾ എൻ്റെ ഒരു സബ്ജക്റ്റ് ഫാഷൻ ഡിസൈനിങ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇതിൽ ഈ റെക്കോർഡ് ഞാൻ അന്ന് ചെയ്തതാണ്. നമുക്കത് കാണാമോ? അപ്പോൾ നമുക്ക് റെക്കോർഡൊന്ന് ഓപ്പൺ ആക്കി നോക്കാണ്ട് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന്. അന്ന് ഉറപ്പ് വെച്ച് കഷ്ടപ്പെട്ട് ചെയ്ത റെക്കോർഡാണ്. ഇതൊക്കെയും കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ തന്നെ. വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ് ഞാനിത് ഓപ്പൺ ആക്കണതും. ഇന്ന് നമ്മുടെ മെറ്റീരിയൽ ഒട്ടിക്കുക, അതിൻ്റെ സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഇപ്പുറത്ത് വരയ്ക്കണം. അങ്ങനെ 4 മെറ്റീരിയൽ ഒട്ടിച്ചേക്കാം കേട്ടോ. പിന്നെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് സ്കെച്ച്, പിന്നെ ഉള്ള ടെക്സ്ചർ, അതായത് നമ്മുടെ മുട്ടയുടെ തുണ്ടില്ലേ അത് ചെറുതായിട്ട് പൊടിച്ചിട്ട് അതിൽ കളർ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അത് ഇതൊക്കെ നമ്മുടെ ഡിസൈൻസിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് അത് അപ്ലൈ ചെയ്തിട്ട് വരച്ചേക്കാം കേട്ടോ. ഇതൊക്കെ പിന്നെയുള്ളത് നമ്മുടെ ഓരോരോ പോസുകൾ വരച്ചേക്കാം കേട്ടോ. ഇതൊക്കെ കാണുന്നത് നമ്മുടെ സ്ലീവ്സ് ആണ്. പല തരത്തിലുള്ള സ്ലീവ്, അതായത് പഫ് സ്ലീവ് ഉണ്ടാവും, ഫുൾ സ്ലീവ്, അങ്ങനത്തെ ഇല്ലേ, അങ്ങനത്തെ സ്ലീവ്സൊക്കെ പലതരത്തിൽ വരച്ചേക്കുന്നതാണ്. യോക്ക്, പലതരത്തിലുള്ള യോക്ക്, പിന്നെ ഉള്ളത് സ്കേർട്ട്, ഫ്ലെയേർഡ് സ്കേർട്ട്, അംബ്രല്ല സ്കേർട്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്കേർട്ട് ഉണ്ടല്ലോ. അത് പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ ഫോർമൽ വെയർ, പിന്നെ പാർട്ടിക്ക് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇത് ഞാൻ ബീഡ് വർക്കാണ് കേട്ടോ. എൻ്റെ മിറർ വർക്ക്, എംബ്രോയ്ഡറി, റോസ് ഫ്ലവറാണ്. ഈ കോഴ്സിൽ തന്നെ 2 ഡ്രസ്സ് ഡിസൈൻ ചെയ്യാണ്ടായി. അടുത്തത് അതാണ് കേട്ടോ. അപ്പം നമുക്കത് കാണാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ തീമാണ്. അപ്പോൾ എൻ്റെ തീം ഞാൻ സെലക്ട് ചെയ്തത് കിങ്ഫിഷറിയാണ്. കിങ്ഫിഷറിൻ്റെ വേറൊരു പേരായിട്ടോ അത്, ഡാസലോ ജിജാസ് അങ്ങനെയാണെന്ന് തോന്നുന്നു. പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കിങ്ഫിഷറിനെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ ഫോട്ടോ കളക്ട് ചെയ്തേക്കുന്നതാണിത്. ഇതിന് മൂഡ് ബോർഡിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ സ്റ്റൈൽ 1, അതായത് നമ്മുടെ മോഡലാണ്. അപ്പോൾ മോഡലിൻ്റെ ഡീറ്റെയിൽസ് ആട്ടത്. പിന്നെ എൻ്റെ ഫസ്റ്റത്തെ ഫാബ്രിക്കിൻ്റെ ഇതാണിത്. കളേഴ്സ് സെലക്ട് ചെയ്തതാണ്. അതായത് ആ മൂഡ് ബോർഡിൽ നിന്നാണ് നമ്മളിതൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോരോ പേരുകൾ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫാബ്രിക്ക് എങ്ങനെ ഡെവലപ്പായി എടുത്തു, ആ ഡിസൈനും അങ്ങനെ കളേഴ്സൊക്കെയും. അതായത് നമ്മൾ നേരത്തെ കണ്ട മൂഡ് ബോർഡില്ലേ, ആ മൂഡ് ബോർഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെയും കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഫാബ്രിക്ക് അങ്ങനെയാണ് ഡെവലപ്പായത്. ഇത് കണ്ടില്ല, ഇതാണ് എൻ്റെ മറ്റേ ഫസ്റ്റ് ഡ്രസ്സിൻ്റെ ഫാബ്രിക്ക് 2 എണ്ണം. അത് ഈ ഫോട്ടോസിൽ നിന്നാണ് അങ്ങനെ ഡെവലപ്പായി കിട്ടിയതാണ്. പിന്നെ ഇതുള്ളത് നമ്മുടെ ഫാബ്രിക്ക് ഒരു ഫാബ്രിക്ക്, ഇത് 2ാമത്തെ 3ാമത്തെ. നമ്മൾ എന്തൊക്കെ ഫാബ്രിക് യൂസ് ചെയ്യണ്ടോ അതൊക്കെയും ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അക്സസറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സിബ്, കല്ലൊക്കെ വെക്കില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കണം. അതാണ് ഇത് സിബ്. പിന്നെ ഒരു സ്റ്റോൺ പോലത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, റിബൺ അങ്ങനത്തേത് ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് കളറാണ്. എന്തൊക്കെ കളർ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ആ ഡ്രസ്സിന് എന്തോരം എക്സ്പെൻസായി അതിൻ്റെ ഡീറ്റെയിൽസാണിത്. പിന്നെ എൻ്റെ അടുത്തുള്ള വീട്ടിലൊരു കൊച്ചിനെയായിട്ട് ഞാൻ മോഡലായിട്ട് എടുത്തായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതാണിത്. ഫ്രണ്ട് സൈഡ് ഇത്, ബാക്ക് സൈഡ് ഇത്, എല്ലാം നമ്മൾ ഫോട്ടോ എടുക്കണം. പിന്നെ എൻ്റെ ഡ്രസ്സ് ഏത് ഇതിൽ വന്നിരുന്നു, കുറേ ഡിസൈൻ ഒക്കെ അതിൻ്റെ നല്ല സെലക്ട് ചെയ്യുന്നത്. അതാണ് കണ്ടിരുന്നത്. ഇതാണ് എൻ്റെ സ്റ്റൈൽ വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റൈൽ 2 ഞാൻ തന്നെയാണ്. അപ്പോൾ സ്റ്റൈൽ 2ൽ 2 കളറാണിത്. 2 കളർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ മൂഡ് ബോർഡിൽ നിന്ന് ഫസ്റ്റ് സ്റ്റൈൽ കളക്ട് ചെയ്ത പോലെ സെക്കൻഡ് സ്റ്റൈലിനും മൂഡ് ബോർഡിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് 2 ഫാബ്രിക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ആ സൈഡിൽ 2 എണ്ണമല്ലേ, അത് 2ആണ് 2ാമത്തെ സ്റ്റൈലിൻ്റെ ഫാബ്രിക്ക്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കാണിക്കുന്നത്. പിന്നെ എൻ്റെ ഡ്രസ്സ് ഇതാണ്. അപ്പം അത് വരച്ചേക്കുന്നത് കളർ ചെയ്തിട്ടും കളർ ചെയ്യാണ്ട് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുന്നത്. ഇതാണ് ഞാൻ 2ാമത് ഡിസൈൻ ചെയ്തത്. കറക്റ്റായിട്ട് വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റോറി ബോർഡിലാണ് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നേരത്തെ നമ്മൾ സിപ്പ്, പിന്നെ ഇതുപോലെ ഉണ്ട്. പിന്നെ നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ ഡ്രസ്സിന് എന്തോരം എക്സ്പെൻസ് ആയി നോക്കുന്നത്. ഇതിൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റൈൽ 2 ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ എടുത്ത ഫോട്ടോ ആണ്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും. അപ്പോൾ ഇത് റഫ് ഡ്രോയിങ് ആണ്. അതായത് നമ്മൾ കുറച്ച് ഡിസൈൻസൊക്കെ കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഓരോന്ന് സെലക്ട് ചെയ്യുന്നത്. അതാണിത്. ഇതൊക്കെയാണ് എൻ്റെ റെക്കോർഡിലുണ്ടായത്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ വേഗം തന്നെ ആ ഡ്രസ്സൊക്കെ തപ്പി പിടിച്ച് എടുത്തു. നമുക്കത് കാണാം. ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സ് ഇട്ടാൽ ബെൽ സ്ലീവ് പോലത്തെ സ്ലീവും
പിന്നെ ഇങ്ങനെ റിബൺ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് ഇറങ്ങി ഫ്രണ്ട് കയറി നിൽക്കുന്ന ഒരു മോഡലാണിത്. ഇതെങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാ? നമുക്കപ്പോൾ അടുത്ത മോഡൽ ഡ്രസ്സ് കാണാം കേട്ടോ. ഇത് അടുത്ത ഡ്രസ്സാണുള്ളത്. ഇത് ഇവിടെ ഫില്ലൊക്കെ വെച്ച് ഇങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇവിടെ ഞാൻ മെടഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഒരു ഇത് കൊടുത്തേക്കൊണ്ടാണ്. ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെ ഇട്ട് കാണിച്ചു തരാം. ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ? ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണും വരെ ടാറ്റാ.